ബജറ്റ് അവതരണ തീയതി മാറ്റണമെന്ന ആവശ്യവുമായി പ്രതിപക്ഷ പാർട്ടികൾ. ഫെബ്രുവരി 1-ന് ഗുരു രവിദാസ് ജയന്തി ദിനമായതിനാൽ അന്ന് ബജറ്റ് അവതരണം ഒഴിവാക്കണമെന്നാണ് ആവശ്യം. ജനുവരി 31-നോ ഫെബ്രുവരി 2-നോ ബജറ്റ് അവതരിപ്പിക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പിയാ സുനിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. പിയാ സുനിൽ, ഫെബ്രുവരി 1-ാം തീയതി തന്നെ അവതരിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം. പ്രതിപക്ഷത്തിന്റെ ഈ ആവശ്യം അനുഭാവപൂർവ്വം പരിഗണിക്കാൻ സാധ്യതയുണ്ടോ? വളരെ സംസ്ഥാനങ്ങൾക്കൊക്കെ വാരിക്കോരി നൽകാൻ പോകുന്ന ബജറ്റാണ് വരുന്നതെന്നൊക്കെ അരമന വർത്തമാനങ്ങളുണ്ട്. എന്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? അതേപോലെ തീയതി മാറ്റാനുള്ള സാധ്യതയുണ്ടോ? അരുൺ, 4 സംസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോഴാണ് കേന്ദ്ര ബജറ്റ് വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തെരഞ്ഞെടുപ്പ് സംസ്ഥാനങ്ങൾക്ക് വലിയ പ്രഖ്യാപനങ്ങൾ ഈ ബജറ്റിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും ഇത്തവണ ബജറ്റ് അവതരിപ്പിക്കാൻ പോകുന്നത് നിലവിൽ തീരുമാനിച്ച തീയതി അനുസരിച്ച് ഫെബ്രുവരി 1-നാണ്. അത് ഞായറാഴ്ച ദിവസമാണ്. മാത്രമല്ല ഗുരു രവിദാസ് ജയന്തി ദിനം കൂടിയാണ്. അത് പഞ്ചാബിലൊക്കെ തന്നെ വലിയ ആഘോഷമാണ്. അപ്പോൾ ആ ദിവസം ഒഴിവാക്കണം എന്ന് ഇപ്പോൾ പഞ്ചാബിൽ നിന്നുള്ള പാർലമെന്റ് അംഗങ്ങളൊക്കെ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം പഞ്ചാബിലൊക്കെ തന്നെ വലിയ ആഘോഷം നടക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അവധി ദിനമായ ഫെബ്രുവരി 1-ന് ബജറ്റ് അവതരിപ്പിക്കുന്നത് ഇത്തവണത്തേക്ക് മാറ്റണം എന്നൊരു അഭ്യർത്ഥനയാണ് പഞ്ചാബിൽ നിന്നുള്ള അംഗങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ അത് കേന്ദ്ര സർക്കാർ അംഗീകരിക്കുമോ എന്നത് വ്യക്തമല്ല. 2017 മുതലാണ് ഫെബ്രുവരി 1-ന് ബജറ്റ് അവതരിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് മാറിയത്. അതിനു മുൻപ് ഫെബ്രുവരി മാസത്തിലെ അവസാന പ്രവൃത്തി ദിനത്തിലായിരുന്നു സാധാരണ ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. അത് 2017 മുതൽ ഫെബ്രുവരി 1-ലേക്ക് മാറി. ഇത്തവണ ഫെബ്രുവരി 1 എന്നത് ഞായറാഴ്ച കൂടിയാണ്. അപ്പോൾ തീയതി മാറ്റില്ല എങ്കിൽ ഒരുപക്ഷെ ഞായറാഴ്ച ചരിത്രത്തിൽ ആദ്യമായി പാർലമെന്റിൽ ബജറ്റ് അവതരിപ്പിക്കുന്ന സാഹചര്യം കൂടി ഇത്തവണയുണ്ടാകും. ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ 9ാമത്തെ ബജറ്റാണ് ഇത്തവണ അവതരിപ്പിക്കാൻ പോകുന്നത്. ഓക്കെ, താങ്ക് യു. പിയാ സുനിലാണ് വിവരങ്ങൾ നൽകിയത്.